ഈ കഴിഞ്ഞ ഒരു വർഷം മാത്രം 6 GCC രാജ്യങ്ങളിലായി 647 ഇന്ത്യക്കാർ പലതരത്തിലുള്ള അപകടങ്ങളിൽപ്പെട്ട് മരണമടഞ്ഞു എന്നുള്ളൊരു വലിയ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ബീഹാറിൽ നിന്നുള്ള ഒരു MP ഒരു ചോദ്യം ചോദിച്ച സമയത്ത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ആണ് മറുപടി നൽകവേ ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് സൗദി അറേബ്യയിൽ 299 പേരും, UAEയിൽ 107 ആളുകളും, കുവൈറ്റിൽ 91 പേരും, ഒമാനിൽ 83 ആളുകളും, ഖത്തറിൽ 43ഉം ബഹ്റിനിൽ 24 ആളുകളുമാണ് ഈ കഴിഞ്ഞ വർഷം മാത്രം അപകടങ്ങളിൽപ്പെട്ട് മരണമടഞ്ഞ ഇന്ത്യക്കാരുടെ കണക്കുകൾ. ഇതിൽ ബഹുഭൂരിപക്ഷവും റോഡ് ആക്സിഡൻസ് ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റ് തൊഴിലിടങ്ങളിലെ അപകടമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ താരതമ്യേന വളരെ കുറവാണ്. അത് എല്ലാ GCC രാജ്യങ്ങളും അങ്ങനെ വർക്ക് സൈറ്റിലും മറ്റും നൽകുന്ന ഒരു സുരക്ഷയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. വാഹനാപകടങ്ങൾ പോലെ തന്നെ ഒട്ടനവധി ആളുകൾ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്നുള്ളതും ആശങ്ക നൽകുന്ന ഒരു കണക്കായി തന്നെ വേണം നമ്മൾ കാണാൻ. ബഹ്റിനിലെ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിലെ ഒരു മുതിർന്ന എഞ്ചിനീയർ പൊതുജനങ്ങൾക്ക് ശക്തമായൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലെയോ ഓഫീസിലെയോ ഒക്കെ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യാനായി ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യന്മാരെയും മറ്റും നിയോഗിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ശക്തമായ കാരണമുണ്ട്. നമ്മളൊരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈസൻസ്ഡ് അല്ലാത്ത ഇത്തരം ആളുകളെ ഈ ജോലികൾ ഏൽപ്പിക്കുന്നത് മൂലം സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അവർ ഉപയോഗിക്കാനും അത് വലിയ തീപിടുത്തം പോലുള്ള അപകടങ്ങളിലേക്ക് നയിച്ചേക്കും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു. ഇത് പൊതുജനങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു വാഹനം ഓടിക്കാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഡ്രൈവറായി നിയോഗിക്കുകയോ ചെയ്യുമോ? ഇല്ലല്ലോ. അതിൻ്റെ ഒരു അപകടം, അതിൻ്റെ ഒരു റിസ്ക് കണക്കിലെടുത്ത് ഒരു കാരണവശാലും ലൈസൻസ് ഇല്ലാത്ത ഒരാളുടെ ഓടിക്കുന്ന വണ്ടിയിൽ നമ്മൾ കയറുക പോലുമില്ല. അതുപോലെ തന്നെയാണ് ലൈസൻസ് ഇല്ലാത്ത ഒരു ഇലക്ട്രീഷ്യൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വർക്കുകളും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മനാമയിലെ ഒരു ഷോപ്പിംഗ് മാളിൽ കഴിഞ്ഞ ദിവസം ഒരുപാട് ചെറുപ്പക്കാർ ചേർന്ന് അടിപിടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിരുന്നു. ഒരുപാട് ആളുകൾ അത് ഷെയർ ചെയ്ത് ഇങ്ങനെ വന്നിരുന്നു. ഉദ്യോഗസ്ഥർ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി അതിൽ ഒരുപാട് പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടരന്വേഷണങ്ങൾക്കായി ബാക്കി ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ബഹ്റിനിലെ കമേഴ്ഷ്യൽ സ്വിമ്മിംഗ് പൂളുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ വലിയ പരിശോധനകൾ നടക്കുന്നുണ്ട്. 4 ഗവർണറേറ്റുകളിലും വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ, ഇൻസ്പെക്ടർമാർ നേരിട്ടെത്തിയാണ് പരിശോധന നടത്തുന്നത്. പൂളുകൾ പാലിക്കേണ്ട നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും എല്ലാം കൃത്യമായി പാലിക്കുന്നില്ലേ എന്ന് ഉറപ്പുവരുത്താനായുള്ള പരിശോധനയാണ്. അതുപോലെ വാടകയ്ക്കെടുത്ത് ഈ പൂളുകൾ നടത്തുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത്തരത്തിൽ റെന്റ് ലൈസൻസിങ്ങിൻ്റെ നടപടികളും കൃത്യമായി ചെയ്യുന്നില്ലേ എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു സംഘം പരിശോധിക്കുന്നുണ്ട്. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.